നിങ്ങൾക്ക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങളിത് മുഴുവനായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വെറും ഒരു 3 സ്റ്റെപ്പ് മാത്രം ഫോളോ ചെയ്തിട്ട് നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വീഡിയോക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഷോർട്ടായിട്ടുള്ള ഒരു ഗോളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ ഷോർട്ട് ടൈമും ലോങ് ടൈമും വരുന്നുണ്ട്. ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റ് എ ഗോൾ എന്നുള്ളതാണ്. ഗോളിന് പലപ്പോഴും നമ്മുടെ ബിസിനസ്സുകാർക്കും മാർക്കറ്റേഴ്സിനും ക്ലാരിറ്റി കുറവായിരിക്കും. അപ്പോൾ നമുക്കിത് ക്ലാരിറ്റി കൂട്ടാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമ്മൾ ആദ്യം ഈ ഒരു ബിസിനസ്സിൻ്റെ റിയൽ പെയിൻ പോയിൻ്റ് എന്താ എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെയിൽസ് കുറവാണ് എന്നുള്ളതാണോ, അല്ലെങ്കിൽ നമ്മുടെ റവന്യൂ കുറവാണ് എന്നുള്ളതാണോ, അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കുറവാണ് എന്നുള്ളതാണോ എന്നുള്ളത് ആദ്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഒരൊറ്റ ഗോള് മാത്രം സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഗോള് ക്ലിയർ ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മന്തിൽ നമ്മൾ 1000 സെയിൽ അച്ചീവ് ചെയ്യും. ദാറ്റ് ഈസ് ഗോൾ. ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ആണ്. ഈ ഒരു ഗോളിനെ നമ്മളൊരു 3 അല്ലെങ്കിൽ 2 പാർട്ടായിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഇപ്പോൾ നമ്മൾ മുമ്പ് സെറ്റ് ചെയ്തത് 1000 സെയിലോട്ട് നമുക്ക് എത്തണം. സോ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവിടെ ഈ ഒരു ഗോളിന് വേണ്ടി വരും. ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് സെയിൽസ് കൂടണം എന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങളാണ് അവിടെ നമുക്ക് ആവശ്യമുള്ളത്. അതിൽ ഫസ്റ്റ് വൺ, നമുക്ക് അവിടെ നമ്മുടെ ബ്രാൻഡിന് ഒരു അവയർനെസ് ഒന്നും കൂടി കൂട്ടേണ്ടി വരും. നമ്മൾ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ക്ലയൻസ്, അതായത് നമ്മുടെ പഴയ നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്ത ക്ലയൻസിനെ നമ്മൾ ഒന്നും കൂടി കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. മൂന്നാമതായിട്ട് നമുക്ക് പുതിയ കസ്റ്റമറെ കണ്ടെത്തേണ്ടതായിട്ട് വരും. സോ ഇങ്ങനെ ഇതിനെ 3 പാർട്ടാക്കിയിട്ട് അല്ലെങ്കിൽ 2 പാർട്ടാക്കിയിട്ടോ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാം. തേർഡായിട്ട് നമ്മൾ ആക്ഷനിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ മുമ്പ് ബ്രേക്ക് ഡൗൺ ചെയ്ത് വെച്ച ഈ 3 കാര്യങ്ങൾ, ഫസ്റ്റ് വൺ ബ്രാൻഡ് അവയർനെസ്, സെക്കൻഡ് വൺ കണക്ട് എക്സിസ്റ്റിംഗ് ക്ലയൻസ്, തേർഡ് മേക്ക് ന്യൂ കസ്റ്റമേഴ്സ്. അതിൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ എടുക്കുമ്പോൾ ക്രിയേറ്റ് ബ്രാൻഡ് അവയർനെസ്. ഈ ക്രിയേറ്റ് ബ്രാൻഡ് അവയർനെസ് നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റികൾ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ആഡ്സ് റൺ ചെയ്യിപ്പിക്കാം. സെക്കൻഡ് വൺ, നമുക്ക് പുതിയൊരു ഇൻഫ്ലുവൻസറെ നമുക്ക് അതിലോട്ട് കൊണ്ടുവരാം. തേർഡ്, നമുക്ക് പല നോട്ടീസ് ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള പല മാർക്കറ്റിംഗ് ആക്ടിവിറ്റികളും നമുക്കതിൽ ചെയ്യാൻ പറ്റും. അതിലാദ്യം ക്രിയേറ്റ് ചെയ്യേണ്ട ആക്ടിവിറ്റീസാണ്. ഇപ്പോൾ അതിലൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ റൺ എ സോഷ്യൽ മീഡിയ ആഡ് എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെ ആക്ഷൻസുകൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും? സ്വാഭാവികമായിട്ട് നമുക്ക് അവിടെ ബഡ്ജറ്റ് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, നമുക്ക് പ്ലാറ്റ്ഫോംസിനെ ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇങ്ങനെയുള്ള ആക്ഷൻസ് 1 by 1 ആയിട്ട് സെറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ടൈമും കൂടി നമ്മളവിടെ ഫിക്സ് ചെയ്ത് വെക്കുക. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഒരു ക്ലാരിറ്റി ഗോൾ സെറ്റ് ചെയ്യുക. സെക്കൻഡ്, ആ ക്ലാരിറ്റി ഗോളിനെ 3 or 2 പാർട്ടാക്കുക. ആ 3 or 2 പാർട്ടാക്കിയതിൽ നമുക്ക് ഒരു പാർട്ടിനെ എടുത്തിട്ട് നമ്മളതിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് വരും, ആ ആക്ടിവിറ്റീസിൽ എന്തൊക്കെ ആക്ഷൻസുകളുണ്ട് എന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗോളിലോട്ട് എത്താനുള്ള റോഡ് മാപ്പ് അവിടെ നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രാറ്റജി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1-to-1 സെഷൻ ഇരുന്നിട്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റും. സോ താഴത്ത് ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ആ ലിങ്കിൽ പോയിട്ട് നിങ്ങളുടെ ബിസിനസ് ഡീറ്റെയിൽ കാര്യങ്ങൾ കൊടുത്തിട്ട് അവിടെ ആ സെഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്.